T20 ലോകകപ്പ് ഓർമ്മകൾ പങ്കുവെക്കാൻ നിങ്ങളൊരു ശരാശരി ക്രിക്കറ്റ് ആരാധകനോട് പറയുമ്പോൾ തീർച്ചയായും അയാളുടെ മനസ്സിൽ വന്നെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ എന്താവാം? സ്വാഭാവികമായും പല ഓർമ്മകളുണ്ടാകാമെങ്കിലും 10-ൽ 7 പേരും അവരുടെ ചോയ്സായി പറയുക ഈ ഒരു പ്രകടനമായിരിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവരാജാവിൻ്റെ മാസ്മരിക പ്രകടനം, 6 സിക്സസ് ഇൻ എൻ ഓവർ. ഇതിനോട് കിടപിടിക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം ഇതുവരെയുമുള്ള ലോകകപ്പിൽ ഉണ്ടായിട്ടില്ലെന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ കയ്യിലെ അവസാന പൈസയും വെച്ച് വെറ്റുവെക്കാം. ഓർമ്മകളെ നമുക്ക് 2007 പ്രഥമ ലോകകപ്പിലേക്ക് കൊണ്ടുപോകാം. 2007 സെപ്റ്റംബർ 19. അതിനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ഇംഗ്ലീഷ് പരമ്പരയിൽ യുവരാജ് സിംഗിന്റെ ഒരു ഓവറിൽ ഇംഗ്ലണ്ടിന്റെ ഓൾറൗണ്ടറായ മസ്കരാനസ് 5 സിക്സറുകൾ നേടിയിരുന്നു. യുവിയുടെ മനസ്സിൽ ഒരുപക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കണമെന്ന്. റിവഞ്ച് എന്ന ചിന്ത അയാളെ മതിച്ചിരിക്കണം. റിവഞ്ച് ഈസ് എ ഡിഷ് ദാറ്റ് ടേസ്റ്റ് ബെസ്റ്റ് വെൻ സെർവ്ഡ് കോൾഡ് എന്നാണല്ലോ പറയാറുള്ളത്. 2007 പ്രഥമ T20 ലോകകപ്പിലെ നിർണായക മത്സരമാണ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം. ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ആൻഡ്രൂ ഫ്ലിൻഡോഫ് എറിഞ്ഞ 18ാം ഓവറിൽ യുവരാജ് സിംഗ് തുടർച്ചയായി 2 ബൗണ്ടറികൾ നേടുന്നു. അതോടെ ക്ഷുഭിതനായ ഫ്ലിൻഡോഫ് യുവിയോട് തട്ടിക്കയറുന്നു. ഫ്ലിൻഡോഫ് പറയുന്നു, "ദോസ് വെർ റിഡിക്കുലസ് ഷോട്ട്സ്." യുവരാജ് അയാളെ നോക്കി തിരിച്ചടിക്കുന്നു, ഫ്ലിൻഡോഫ്, "എക്സ്ക്യൂസ് മീ യുവരാജ്, യു ഹേർഡ് വാട്ട് ഐ സെഡ്." ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഫ്ലിൻഡോഫ് പറയുന്നു, "ഐ വിൽ കട്ട് യുവർ ത്രോട്ട് ഓഫ്." നിന്റെ കഴുത്തെറുക്കും ഞാൻ. യുവരാജ് അതോടെ തൻ്റെ ബാറ്റ് ഫ്ലിൻഡോഫിന് നേരെ നീട്ടി ആത്മവിശ്വാസത്തിൻ്റെ നെറുകയിൽ കയറി നിന്ന് റിവഞ്ച് മൂഡിൽ പ്രഖ്യാപിക്കുന്നു. "യു സീ മൈ ബാറ്റ്, യു നോ വെയർ ഐ വാണ്ട ഹിറ്റ് യു വിത്ത് ദിസ് ബാറ്റ്." നീ എൻ്റെ ബാറ്റ് കാണുന്നില്ലേ ബഡി, ഇതുകൊണ്ട് നിന്നെ ഞാൻ എവിടെ എത്തിക്കുമെന്നറിയാമോ? പക്ഷേ അപ്പോഴേക്കും ഫ്ലിൻഡോഫിൻ്റെ ഓവർ കഴിഞ്ഞിരുന്നു. അടുത്ത ഓവറിൽ യുവിയുടെ മുന്നിൽ കിട്ടിയത് പുതുമുഖക്കാരനായ സ്റ്റുവർട്ട് ബോർഡിനെയാണ്. ആ സമയത്ത് അദ്ദേഹം പുതുമുഖമായിരുന്നു. തലങ്ങും വിലങ്ങും ബാറ്റ് വീശി യുവി കലി തീർത്തപ്പോൾ സ്കോർ ബോർഡിൽ വിരിഞ്ഞത് 6 എന്ന മാജിക്കൽ ഫിഗറാണ്. 6 സിക്സറുകൾ. രവിശാസ്ത്രിയുടെ കമന്ററി ബോക്സിലെ ആവേശം ആ മൊമെന്റിനെ ഐതിഹാസികമാക്കിയെന്ന്. ആദ്യ പന്ത് കൗ കോർണറിലൂടെ സ്റ്റേഡിയത്തിന് പുറത്തെത്തുന്നു. 2ാം പന്ത് ലെഗ് സ്റ്റംപ് ലൈനിലെറിഞ്ഞ ബ്രോഡിനെതിരെ യുവി ചെറിയൊരു ഫ്ലിക്കിലൂടെ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ പറത്തുന്നു. 2 പന്തും സിക്സറിന് പറന്നതോടെ ക്യാമറ കണ്ണുകൾ ഫീൽഡ് ചെയ്തിരുന്ന ഫ്ലിൻഡോഫിന്റെ മുഖം ഒപ്പിയെടുക്കുന്നു. ഒരു ചെറു പുഞ്ചിരി മാത്രമായിരുന്നു അപ്പോൾ ഫ്രെഡിയുടെ മുഖത്തുണ്ടായിരുന്നത്. വരാനിരിക്കുന്നത് പക്ഷേ അതിലും വലുതാണെന്ന് അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. 3ാം പന്ത് ഓഫ് സ്റ്റംപ് ലൈനിൽ വലതുകാൽ വശത്തേക്ക് പിൻവലിച്ച് യുവി അത് ലോങ് ഓണിന് മുകളിലൂടെ അതിർത്തി കടത്തുന്നു. 4ാം പന്തിൽ വീണ്ടും ബ്രോഡിന് പിഴക്കുന്നു. പന്ത് ഫുൾ ടോസ് ആകുന്നു. അതും യുവരാജ് സിംഗ് ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ അതിർത്തി കടത്തുന്നു. 4 പന്തും അതിർത്തി കടന്നതോടെ മൈതാന മധ്യത്ത് ബ്രോഡിന് ചുറ്റും ഇംഗ്ലണ്ട് താരങ്ങളുടെ ഒരു ടീം മീറ്റിംഗ് പെട്ടെന്ന് തന്നെ സജ്ജമാകുന്നു. 5ാം പന്ത് യുവിയുടെ ബാറ്റിൽ നിന്നും ഉയർന്നു പൊങ്ങി മിഡ് വിക്കറ്റിന് മുകളിലൂടെ വീണ്ടും അതിർത്തി കടക്കുന്നു. 6ാമത്തെയും അവസാനത്തെയും പന്ത് ലോങ് ഓണിന് മുകളിലൂടെ അതിർത്തി കടന്നതോടെ കമന്ററി ബോക്സിൽ നിന്നും രവിശാസ്ത്രി ആർത്ത് വിളിക്കുകയായിരുന്നു. അന്നത്തെ ഓരോ പന്തിനുമുള്ള രവിശാസ്ത്രിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, ആദ്യ പന്ത് സിക്സറിലേക്ക് പറന്നിറങ്ങിയപ്പോൾ "ദാറ്റ്സ് ഹ്യൂജ്, ദാറ്റ്സ് എ ബിഗി, ഇറ്റ്സ് ഔട്ട് ഓഫ് ഹിയർ" എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കമന്ററി. 2ാം പന്തും സിക്സറിലേക്ക് പറന്നിറങ്ങിയപ്പോൾ "6 മോർ, ജസ്റ്റ് എ ഫ്ലിക്ക് ഓഫ് ദ റിസ്റ്റ്" എന്നായിരുന്നു. 3ാം പന്ത് അതും സിക്സറിലേക്ക് പറന്നിറങ്ങിയപ്പോൾ "ദിസ് ഇസ് ഇൻ ദി എയർ അഗെയിൻ, ക്ലിയേഴ്സ് ലോങ് ഓഫ് 3 ഇൻ എ റോ." പിന്നീട് 4ാം പന്തും സിക്സറിലേക്ക് എത്തിയപ്പോൾ "ഇറ്റ്സ് 4 ഇൻ എ റോ." പിന്നീട് 5ാമത്തെ പന്തും സിക്സറിലേക്ക് ഇറങ്ങിയപ്പോൾ 5 yes 30 with 1 ball to go in the over എന്നായിരുന്നു. 6ാമത്തെ പന്തും സിക്സറിലേക്ക് എത്തിയപ്പോൾ "and he has put it away or has he yes into the crowd" എന്നായിരുന്നു. കാണികളെ ആവേശം കൊള്ളിച്ച രവിശാസ്ത്രിയുടെ കമന്ററി. തല കുമ്പിട്ട് നിൽക്കുന്ന സ്റ്റുവർട്ട് ബ്രോഡ്. സംഹാര രുദ്രനായി യുവി. റിവെഞ്ച്, the sweetest morsel to the mouth that ever was cooked in hell. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന പ്രഥമ 2020 ലോകകപ്പിൽ ഇന്ത്യയായിരുന്നു കപ്പ് നേടിയത്. നമുക്കറിയാം, മഹേന്ദ്ര സിംഗ് ധോണി എന്ന ക്യാപ്റ്റന്റെ ഉദയം, യുവരാജ് സിംഗിന്റെ ബ്രോഡിനെതിരെ ഒരു ഓവറിൽ അടിച്ചുകൂട്ടിയ 6 സിക്സറുകൾ, പാകിസ്ഥാനെതിരെയുള്ള ബോൾ ഔട്ട്, ജോഗീന്ദർ ശർമ്മയുടെ ഫൈനലിലെ അവസാനം മിസ്ബാവുള്ളക്ക് അടിച്ച പന്ത്, ഇൻ ദി എയർ ശ്രീശാന്ത് ടേക്സ് ഇറ്റ്, ഇന്ത്യ വിൻ. അങ്ങനെ ഓർമ്മിക്കാൻ നിരവധി സംഭവങ്ങളുള്ള ഒരു കപ്പായിരുന്നു അത്. അതിൽ കൂട്ടത്തിൽ തലയെടുപ്പുള്ള ഓർമ്മയായി ഈ 6 സിക്സസ് ഇൻ ഓവർ എന്ന യുവരാജിന്റെ ഈ മാസ്മരിക പ്രകടനവും. സത്യത്തിൽ ആ ലോകകപ്പിന് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസുകൾ ഏറെ ഉണ്ടായിരുന്നു. നിരവധി സീനിയർ താരങ്ങൾ വിട്ടുനിന്ന ആ ടൂർണമെന്റിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇന്ത്യയെ നയിച്ചത്. അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു അന്ന്. 4 മാസത്തോളം മത്സരങ്ങളുമായി മാറി നിൽക്കേണ്ടി വരുമെന്നതിനെ തുടർന്ന് സച്ചിനും രാഹുൽ ദ്രാവിഡും അടക്കമുള്ള താരങ്ങൾ 2020 ലോകകപ്പിൽ നിന്നും അന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ആദ്യമായി നടന്ന 2020 ലോകകപ്പിനെ കുറിച്ച് യുവരാജ് സിംഗ് തന്നെ പിന്നീട് തൻ്റെ ഓർമ്മകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആ ഓർമ്മകളിലൊന്ന് തൻ്റെ ക്യാപ്റ്റൻസി ആഗ്രഹങ്ങളും സഹീർ ഖാൻ അയച്ച ചില രസകരമായ മെസ്സേജുകളുമൊക്കെ ആ ഓർമ്മകളിലുണ്ടായിരുന്നു.
അന്ന് ടീമിനെ നയിക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്നും എന്നാൽ സെലക്ടർമാർ ധോണിയെയാണ് തിരഞ്ഞെടുത്തത് എന്നും യുവരാജ് പിന്നീട് ആ ഓർമ്മകളെക്കുറിച്ച് പറയുകയുണ്ടായി. കൂടാതെ 2020 ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങിയ അന്നും ഇന്ത്യ കപ്പ് നേടിയ ദിവസവും പേസറായിരുന്ന ടീമിലെ ഏറ്റവും പ്രധാന ബോളറായിരുന്ന സഹീർ ഖാൻ അയച്ച 2 മെസ്സേജുകളെക്കുറിച്ചും യുവരാജ് പിന്നീട് ഓർമ്മകൾ അയവിറക്കുകയുണ്ടായി. ആ ഓർമ്മകൾ ഇങ്ങനെയായിരുന്നു: 2020 ലോകകപ്പിൽ സച്ചിനും ദ്രാവിഡും ഗാംഗുലിയുമെല്ലാം കളിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. ഇവർക്ക് പുറമെ സഹീർ ഖാനും അന്ന് വിശ്രമം ചോദിച്ചു വാങ്ങുകയുണ്ടായി. ഏകദിന ലോകകപ്പിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങിയ സമയമായിരുന്നു അത്. പിന്നാലെ 2 മാസം നീളുന്ന ഇംഗ്ലീഷ് പര്യടനവുമുണ്ട്. കൂടാതെ സൗത്ത് ആഫ്രിക്ക, അയർലാൻഡ് എന്നിവിടങ്ങളിലേക്കുള്ള 1 മാസത്തെ പര്യടനവുമുണ്ട്. ഇതിനെല്ലാം പുറമെ 1 മാസത്തോളം 2020 ലോകകപ്പ് മത്സരങ്ങളും. എല്ലാ പരമ്പരകൾക്കും കൂടി 4 മാസത്തോളം നാട്ടിൽ നിന്നും മാറി നിൽക്കണമെന്നായിരുന്നു അന്നത്തെ കണ്ടീഷൻ. ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിലായിരുന്നു എന്നാണ് ഓർമ്മ. അതിൽ വെസ്റ്റ് ഇൻഡീസ് താരം യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിൽ 50-55 പന്തിൽ സെഞ്ചുറി അടിക്കുന്നു. അന്ന് രാത്രി സഹീർ ഖാൻ എനിക്കൊരു മെസ്സേജ് അയക്കുകയുണ്ടായി. വിശ്രമിക്കാൻ തീരുമാനിച്ചത് എന്തായാലും നന്നായി എന്ന അർത്ഥമായിരുന്നു ആ മെസ്സേജിലുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ കപ്പ് നേടിയപ്പോൾ സഹീർ ഖാൻ വീണ്ടും എനിക്ക് ഒരു മെസ്സേജ് കൂടി അയക്കുകയുണ്ടായി. വിശ്രമിക്കാൻ തീരുമാനിച്ചത് അബദ്ധമായി പോയെന്നായിരുന്നു ആ മെസ്സേജിലുണ്ടായിരുന്നത്. 2007 നടന്ന പ്രഥമ ലോകകപ്പിൽ മുതിർന്ന താരങ്ങളായ സച്ചിൻ, ദ്രാവിഡ് എന്നിവർ നായക പദവി ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് മഹേന്ദ്ര സിംഗ് ധോണിക്ക് സെലക്ടർമാരുടെ നറുക്കു വീഴുന്നത്. കൂടാതെ സച്ചിൻ അടക്കമുള്ള താരങ്ങളുടെ പിന്തുണയും ധോണിക്കുണ്ടായിരുന്നു. ക്യാപ്റ്റനായ ആദ്യ ICC ടൂർണമെന്റിൽ തന്നെ ടീമിന് കിരീടം നേടിക്കൊടുത്ത ധോണി പിന്നീട് 2011 ഏകദിന ലോകകപ്പും ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ചരിത്രമാണ്. യുവരാജ് സിംഗ് ഒരിക്കലും സംഭവിക്കാതെ പോയ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി പദവിയെക്കുറിച്ചും പിന്നീട് മനസ്സ് തുറന്നത് ഇങ്ങനെയാണ്: ആദ്യ 2020 ലോകകപ്പിൽ മുതിർന്ന താരങ്ങളുടെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ തനിക്ക് അവസരം ലഭിക്കുമെന്ന് യുവരാജ് സിംഗ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ധോണിയെയാണ് ക്യാപ്റ്റനാക്കിയത്. ആഗ്രഹിച്ച ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കാതെ പോയെങ്കിലും മഹേന്ദ്ര സിംഗ് ധോണിയുമായുള്ള ബന്ധത്തെ ഇതൊരിക്കലും ബാധിച്ചിരുന്നില്ല. ക്യാപ്റ്റനായി ആര് വന്നാലും അവർക്ക് ഉറച്ച പിന്തുണ നൽകുക എന്നതാണ് സഹതാരങ്ങളുടെ ഉത്തരവാദിത്തം. അത് ദ്രാവിഡോ ഗാംഗുലിയോ മറ്റ് ആരെങ്കിലും ആയാലും അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് യഥാർത്ഥ കളിക്കാരൻ ചെയ്യേണ്ടത്. താനും അന്ന് അങ്ങനെയാണ് ചെയ്തത് എന്നാണ് യുവരാജ് ഈ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള വർഷമായിരുന്നു 2007 എന്ന് നമുക്കറിയാം. 2007 ഒരു പാതി ഇന്ത്യൻ ക്രിക്കറ്റിന് ദുരന്തമായിരുന്നെങ്കിൽ മറ്റൊരു പാതി സൗഭാഗ്യമായിരുന്നു. ആ വർഷത്തെ ഏകദിന ലോകകപ്പ് ദുരന്തം ഇന്ത്യൻ ആരാധകർ ഇപ്പോഴും മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകളാണ്. അന്നത്തെ ഏകദിന ലോകകപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ടീം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അന്ന് പുറത്താവുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശിനോട് ഏറ്റ തോൽവി ഇന്ത്യൻ സംഘത്തിന്റെ വിധി എഴുതുകയായിരുന്നു അന്ന്. എന്നാൽ ഏകദിന ലോകകപ്പ് തോൽവിയുടെ നാണക്കേടിന് ശേഷം അതേ വർഷം നടന്ന പ്രഥമ 2020 ലോകകപ്പ് നേടി ഇന്ത്യൻ സംഘം മറ്റൊരു പാതി സൗഭാഗ്യവും കൊണ്ടുവരികയുണ്ടായി അന്ന് 2007. 2020 ലോകകപ്പിന് ഇന്ത്യ അവകാശികളാകുന്നു. ഇന്ത്യക്ക് ഇനിയും പകരക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു താരമായി യുവരാജ് സിംഗ് മാറുന്നു. യുവി എന്ന് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ഈ ഇടംകൈയിനെ അടയാളപ്പെടുത്താൻ നിരവധി മത്സരങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. യുവിയുടെ ബാറ്റ് സംഹാര രൂപം പൂണ്ട നിരവധി അവസരങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. ഓസീസ് മണ്ണിൽ പൊരുതി നേടിയ സെഞ്ചുറിയും നാറ്റ്വസ് ട്രോഫി വിജയവും ക്യാൻസറിനെ അടുക്കി പിടിച്ചുകൊണ്ട് 2011 ലോകകപ്പിൽ അദ്ദേഹം നടത്തിയ പ്രകടനവുമെല്ലാം മനസ്സിലെത്തുമെങ്കിലും ആ പോരാളിയുടെ ചിത്രം കാണുമ്പോൾ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക സ്റ്റുവർട്ട് ബ്രോഡിനെ പഞ്ഞിക്കിട്ട 2007 2020 ലോകകപ്പിലെ ആ ഓവറാണ്. യുവി ആറാടിയ ആ 6 പന്തുകൾ വെറും 12 പന്തിൽ അന്ന് യുവരാജ് സിംഗ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയുണ്ടായി. ഒപ്പം വേഗത്തിൽ 50 തികച്ച റെക്കോർഡും അദ്ദേഹം അന്ന് നേടുകയുണ്ടായി. ഇന്നും ആ റെക്കോർഡ് യുവിയുടെ പേരിൽ തന്നെയുണ്ട്. T20 ലോകകപ്പിലെ ഏറ്റവും വലിയ ഓർമ്മയായി ഇന്നും ആ പ്രകടനം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിച്ചു വരും.